സർ, അവൻ ഇതുവരെ കൺഫസ് ചെയ്തിട്ടില്ല. എഴുന്നേറ്റോ, സാറ് വിളിക്കുന്നു. എന്തിനാ നോക്കുന്നേ? എഴുന്നേറ്റോ. ഡാ, നീയായി ക്രൈം ചെയ്തെന്നുള്ള എല്ലാ തെളിവും ഞങ്ങളുടെ കയ്യിലുണ്ട്. ബോഡിയിൽ നിന്ന് കിട്ടിയ ഫിംഗർ പ്രിൻറ്റ്, CCTV ഫുട്ടേജ് എല്ലാം. മാഡം ഞാനൊരു സെയിൽസ്മാനാണ്. ആ വീട്ടിൽ മാത്രമല്ല, പല വീടുകളിൽ അന്ന് ഞാൻ കയറിയിട്ടുണ്ട്. നിങ്ങൾ എന്തോ പറയുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. നീയൊരു നല്ല നടാന്ന് ഞങ്ങൾക്കറിയാം, പക്ഷെ അതിവിടെ വേണ്ട. തെളിവുകൾ നിരത്തി കോടതിയിൽ നീയാണ് കുറ്റക്കാരൻ തെളിയിക്കാൻ ഞങ്ങൾക്ക് ഈസി ആയിട്ട് പറ്റും. പക്ഷെ അത് നീ പറയണം, നിന്റെ വായിന്ന് കേൾക്കണം. ഇല്ലെങ്കിൽ പറയിക്കാൻ ഞങ്ങൾക്ക് അറിയാം. മാഡം എനിക്കൊന്നും അറിയില്ല. എനിക്ക് മനസ്സിലാവും നിങ്ങൾ എന്തോ പറയുന്നത് എനിക്കറിയില്ല. സാർ പ്ലീസ് സാർ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി സാർ. എനിക്കറിയില്ല സാർ എന്താ. പറ, എന്തിനാ എൻ്റെ വീട്ടിൽ കയറിയോ? എന്താണ് അവിടെ സംഭവിച്ചത്? സാർ ഞാൻ ഒരു സെയിൽസ്മാനാണ്. അന്ന് പല വീടുകളിൽ കയറിയതിൻ്റെ കൂട്ടത്തിൽ സാറിൻ്റെ വീട്ടിലും കയറിയെന്നുള്ളത് സത്യമാണ്. പക്ഷേ ഈ നട്ടുച്ച വെയിലത്ത് കുറച്ച് വെള്ളം കുടിക്കാനായിട്ട് കയറിയതാണ്. വെള്ളം എടുക്കാൻ കൊച്ചു അകത്തോട്ട് കയറിയ സമയത്ത് ഞാൻ വെയിൽ കാരണം അകത്തോട്ട് കയറി. എന്നെ കണ്ടതും ആ കൊച്ചു പേടിച്ച്, എന്തിനാ ഇവിടെ വന്ന് അറിയിപ്പോന്നൊക്കെ. സാർ അടുത്തൊക്കെ വീടുകളൊക്കെ ഉള്ളതല്ലേ സാർ. ഞാൻ ആരും കേൾക്കണ്ടെന്ന് വിചാരിച്ച് ഓടി ചെന്നുള്ള വായങ്ങ് പൊത്തി. വായങ്ങ് പൊത്തി. നീ ഇതല്ലല്ലോടാ കുറച്ചു മുമ്പ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ എനിക്കിത് കാണാൻ പറ്റുമായിരുന്നു. സ്വന്തം മോളെ കൊന്ന അങ്ങനെ അന്നൊരു അച്ഛൻ്റെ മുമ്പിൽ വെച്ച് പറയുമ്പോൾ ആ അച്ഛനുണ്ടാവുന്നൊരു മാനസികാവസ്ഥ ഉണ്ടല്ലോ സാറേ, അത് കാണാൻ വേണ്ടിയാ സാറ് വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്തത്. ചോരോട് എനിക്ക് താല്പര്യമില്ല സാറേ. ഓരോ മനുഷ്യജീവനും ഓരോ ശ്വാസത്തിനും ഓരോ താളമുണ്ട്. അതെൻ്റെ കയ്യിൽ കിടന്നിങ്ങനെ പെട്ടഞ്ഞിറങ്ങുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ. ഞാൻ അപ്പോഴും സാറിനോട് പറഞ്ഞ ഈ പിടിക്കുന്നത് കുന്നുകളെ കോശി അല്ലമ്മ ഇവനെയൊക്കെ. I say stop it. യെസ് മാം. സാറ് ചൂടാവും.
സാർ ചൂടാവോ? സാറിനും ഇല്ലേ ഒരു മോള്? ലിറ്റിൽ ഫ്ലവർ കോൺവെന്റിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇത്ര മുടിയുള്ളൊരു പെണ്ണ്, ഒരു കൊച്ചു പെൺകുട്ടി. ഇതെന്റെ ആദ്യത്തെ കൊലയാണെന്നാ സാറുമാര് വിചാരിച്ചേക്കുന്നത്?